രാവിലെ 9 മണിയോടുകൂടി ഡിണ്ടിഗലിൽ നിന്ന് യാത്ര തിരിച്ചു ട്രിച്ചിയിലേക്കാണ് ഇനി പോകുന്നത്. തിരുവനന്തപുരത്തു നിന്ന് ട്രിച്ചി വരെ 446 കിലോമീറ്ററും ഡിണ്ടിഗലിൽ നിന്ന് ട്രിച്ചി വരെ 100 കിലോമീറ്ററുമാണ് ദൂരം. ഡിണ്ടിഗലിൽ നിന്നും ട്രിച്ചിയിലേക്ക് പോകുന്ന ഹൈവേ വളരെ മനോഹരമാണ്. മലനിരകളുടെ ഇടയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വളരെ വിശാലമായതും നീണ്ടുകിടക്കുന്നതുമായ ഈ ഹൈവേകൾ കൂടി നമുക്ക് നല്ല വേഗത്തിൽ തന്നെ വണ്ടി ഓടിക്കാൻ കഴിയും. പക്ഷേ ഞാനൊരു 80 കിലോമീറ്റേഴ്സിനകത്താണ് മിക്കവാറും എൻ്റെ സ്പീഡ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ഹൈവേ കിട്ടിയപ്പോൾ ഒരു പ്രാവശ്യം 110 വരെ സ്പീഡ് എടുത്തു നോക്കി. ആ സ്പീഡിലും CB ഹൈനസ് വളരെ സ്റ്റേബിളാണെന്ന് മനസ്സിലായി. ഹൈവേകളിൽ 2 വീലറിൽ ഒരു 80 കിലോമീറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് നല്ലത്. വിശാലമായതും വളരെ സ്മൂത്തായതുമായ ഹൈവേ ആണെങ്കിൽ തന്നെയും ഇവിടുത്തെ വില്ലൻ ഈ നായ്ക്കളാണ്. ഒരു സൈഡിൽ നിന്നും അപ്രതീക്ഷിതമായി വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഈ നായ്ക്കൾ എടുത്തു ചാടും. ഇത് ഡിണ്ടിഗൽ ജില്ലയിലെ നിലക്കോട്ട എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള സിപ്കോട്ട് എന്ന സ്ഥാപനമാണിത്. ഈ സ്ഥാപനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ചെറുതും വലുതുമായ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രികളുടെ പുരോഗതിയാണ്. അതിനുവേണ്ട സാമ്പത്തിക സഹായവും ഇൻഫ്രാസ്ട്രക്ചറും കമ്പനി നൽകുന്നു. തമിഴ്നാട്ടിലെ എക്സ്പ്രസ് ഹൈവേകളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടൗണിലേക്ക് പ്രവേശിക്കണമെന്നില്ല. ഇപ്പോൾ ഹൈവേകളുടെ സൈഡിൽ നല്ല ഹോട്ടലുകൾ അവൈലബിൾ ആണ്. 10 മണി കഴിഞ്ഞപ്പോഴേക്കും ട്രിച്ചിയോട് ഏകദേശം അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ നല്ലൊരു ഹോട്ടൽ കണ്ടത്. രാമാജ്യം എന്ന പേരിലുള്ള ഈ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റിനായി കയറി. ദൂരയാത്രകളിൽ കഴിവതും ഞാൻ പുതിയ രീതിയിലുള്ള ആഹാരമൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നിൽക്കാറില്ല. രാവിലെ ദോശയും ഉച്ചയ്ക്കൊരു വെജിറ്റേറിയൻ ഊണുമാണ് പതിവ്. ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് പോയ്സൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രയാസമായി മാറും. അതുപോലെ തമിഴ്നാട്ടിലെ ചായയേക്കാളും ഏറ്റവും നല്ലത് അവരുടെ ഫിൽട്ടർ കോഫി തന്നെയാണ്. ട്രിച്ചിയിലെ ഒരു സ്പെഷ്യൽ ഫുഡാണ് കുഴിപ്പണിയാരം. ഇത് 2 തരമുണ്ട്. ഉള്ളി, പച്ചമുളക്, കരിവേപ്പില എന്നിവ ചേർത്തുണ്ടാക്കുന്നത് കാരപ്പണിയാരം. ശർക്കരയും തേങ്ങയും ചേർത്തുണ്ടാക്കുന്നത് സ്വീറ്റ് പണിയാരം. ട്രിച്ചിയിലെ മറ്റൊരു പ്രധാന ഡ്രിങ്കാണ് പാലും നന്നാരി സർബത്ത്, ബദാം, ഐസ്ക്രീം എന്നിവ ചേർത്തുണ്ടാക്കുന്ന ജിഗർ ദണ്ഡ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 10:30 ട്രിച്ചി സിറ്റിയിലേക്ക് എത്തിച്ചേർന്നു. ട്രിച്ചിയിൽ പ്രധാനമായും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് റോക്ക് ഫോർട്ടും ശ്രീരംഗവുമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച വൃത്തിയുള്ളതും ജീവിതയോഗ്യവുമായ നഗരം എന്ന ബഹുമതിയും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ 5ാമത്തെ നഗരം എന്ന ബഹുമതിയും ട്രിച്ചിക്കാണുള്ളത്. ട്രിച്ചിക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന ട്രിച്ചിനോപോളി എന്ന പേരാണ് പിൽക്കാലത്ത് ട്രിച്ചിനാപ്പള്ളി ആയി മാറിയത്. റോക്ക് ഫോർട്ട് ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ ട്രിച്ചിയെ റോക്ക് ഫോർട്ട് സിറ്റി എന്നും അറിയപ്പെടുന്നു. സതേൺ റെയിൽവേയുടെ ചരിത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു റെയിൽ മ്യൂസിയവും ട്രിച്ചിയിലുണ്ട്. മൺഡേ ഒഴികെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് റെയിൽ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ്. റെയിൽവേ സംബന്ധിക്കുന്ന പഴയകാലത്തെ ഫോട്ടോകൾ, ബെല്ലുകൾ, ക്ലോക്കുകൾ, കൂടാതെ സ്റ്റേഷനുകളിൽ ഉപയോഗിച്ചിരുന്ന ചൈന ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച വിളക്കുകൾ, അതിനു പുറമെ കുട്ടികൾക്ക് കയറി യാത്ര ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു ട്രെയിനും ഈ മ്യൂസിയത്തിലുണ്ട്. ട്രിച്ചി സിറ്റിയിൽ നിന്ന് കുറച്ചകലെയാണ് ശ്രീരംഗവും റോക്ക് ഫോർട്ട് ടെമ്പിളും ഉള്ളത്. അവിടേക്കുള്ള യാത്രയിൽ വഴിമധ്യേ ട്രിച്ചി റെയിൽവേ സ്റ്റേഷൻ കാണാൻ കഴിഞ്ഞു. ട്രിച്ചി സിറ്റിയിൽ കാണുന്ന ഈ ഫ്ലൈ ഓവർ ട്രെയിനുകൾക്ക് കടന്നു പോകാൻ വേണ്ടി പണ്ട് കാലത്ത് നിർമ്മിച്ച ഒരു ഫ്ലൈ ഓവറാണ്. റോക്ക് ഫോർട്ട് ടെമ്പിളിലേക്കുള്ള വഴി അന്വേഷിച്ച് ട്രിച്ചി സിറ്റിയിൽ കറങ്ങിയപ്പോൾ ഒരു മലയാളിയെ കണ്ടുമുട്ടി. റോഡരികിൽ വഴിയുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി 1 മിനിറ്റ് നിർത്തിയപ്പോൾ വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ടിട്ടാകണം പുള്ളി ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന്. പേര് സുനീർ. മലപ്പുറത്ത് നിന്ന് വർഷങ്ങളായി ട്രിച്ചിയിൽ വന്ന് താമസിക്കുകയാണെന്നും റെയിൽവേ കാറ്ററിങ്ങിന് വേണ്ടിയുള്ള ബ്രെഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ചെറിയ കമ്പനി നടത്തിക്കുകയാണെന്നും അറിയിച്ചു.
എൻ്റെ പിറകെ വന്നോളൂ, ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കാം എന്ന് പറഞ്ഞു. റോക്ക്ഫോർട്ട് ടെമ്പിളിൻ്റെ മുൻപിൽ കൊണ്ടെത്തിക്കുക മാത്രമല്ല, പുള്ളിയുടെ കോൺടാക്റ്റ് നമ്പർ തരികയും ട്രിച്ചിയിൽ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. ഈ കാണുന്നതാണ് റോക്ക്ഫോർട്ട് ടെമ്പിൾ. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് മലൈക്കോട്ടൈ. 83 മീറ്റർ അല്ലെങ്കിൽ 272 ഫീറ്റ് ഉയരമുള്ള ഈ പാറയുടെ മുകളിൽ 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രവും തൈമനസ്വാമി ക്ഷേത്രവും. നിരവധി പടിക്കെട്ടുകൾ കയറി വേണം ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ. ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഈ ക്ഷേത്രത്തിലേക്ക് ദർശിച്ചിട്ടുള്ളതിനാൽ ഞാൻ ഇപ്രാവശ്യം ക്ഷേത്രത്തിലേക്ക് പോയില്ല. 19-ാം നൂറ്റാണ്ടിൽ ജസ്യൂട്ട് പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഗോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ച അവർ ലേഡി ഓഫ് ലൂർദ് അല്ലെങ്കിൽ സെയിൻറ്റ് ജോസഫ് ചർച്ച് എന്ന ഈ ദേവാലയം റോക്ക്ഫോർട്ട് ടെമ്പിളിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. റോക്ക്ഫോർട്ട് ടെമ്പിളും ചർച്ചും കണ്ടു കഴിഞ്ഞപ്പോൾ മണി ഏകദേശം 11:20. ഇനി അടുത്ത ലക്ഷ്യം ശ്രീരംഗമാണ്. ട്രിച്ചി മെയിൻ സിറ്റിയിൽ നിന്നും ഇടതോട്ട് കുറച്ച് തിരിഞ്ഞു കഴിയുമ്പോഴാണ് ശ്രീരംഗത്തിലേക്കുള്ള വഴി. ദൂരെ നിന്ന് തന്നെ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാൻ കഴിയും. ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ മുൻപിലും നല്ല തിരക്കാണ്. ഭൂലോക വൈകുണ്ഠം അഥവാ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ശ്രീരംഗത്തിലെ 156 ഏക്കറിൽ വ്യാപിച്ചുകിടക്കുന്ന ക്ഷേത്രം വിഷ്ണുവിൻ്റെ അവതാരമായ രംഗനാഥ സ്വാമിയുടെ പേരിലുള്ളതാണ്. മഹാവിഷ്ണുവിൻ്റെ തത്വചിന്തകനായ രാമാനുജാര്യയുടെ ഭൗതിക ശരീരം ചന്ദനവും കുങ്കുമവും കർപ്പൂരവും മാത്രം ഉപയോഗിച്ച് മമ്മിയായി താനാന തിരുമേനി എന്ന പേരിൽ ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ശ്രീരംഗം ക്ഷേത്രം കാണുന്നതിനായി ബൈക്ക് സ്റ്റാൻഡിട്ട് ഞാൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റും പോയി വന്നപ്പോഴേക്കും 2 പേർ ബൈക്കിനടുത്ത് നിൽക്കുന്നത് കണ്ടു. ഇരുവരും മലപ്പുറത്തു നിന്ന് വന്നതാണ്. തമിഴ്നാട്ടിലെ പല ഭാഗത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇപ്പോൾ സമയം 11:40. ഇനിയും ട്രിച്ചിയിൽ തന്നെ നിന്നാൽ ചെന്നൈ എത്തുമ്പോഴേക്കും വളരെ വൈകും. അതിനാൽ ട്രിച്ചി ജില്ലയുടെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. പുതിയ ജില്ലയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്